വരുമാനം 150 കോടി, ചെലവ് 1950 കോടി. ഇങ്ങനെ പോയാൽ KSEB മറ്റൊരു KSRTC ആയി മാറും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും ആസൂത്രണമില്ലായ്മയും കാരണം KSEB മറ്റൊരു KSRTC ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചെയർമാൻ ഡോക്ടർ ബിജു പ്രഭാകർ. ഇപ്പോൾ മഴക്കാലത്ത് തന്നെ പലപ്പോഴും വൈദ്യുതി ലഭ്യത കുറയുന്നു. ഇതാണ് സ്ഥിതിയെങ്കിൽ വരും വർഷങ്ങളിൽ കേരളം ഇരുട്ടിലാവുമെന്നതിൽ സംശയം വേണ്ട. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക, സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതികൾ അതിവേഗം നടപ്പാക്കുക എന്നിങ്ങനെയുള്ള നയപരമായ മാറ്റങ്ങളില്ലാതെ KSEBയെ രക്ഷിക്കാനാവില്ല. KSEBയിൽ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി ഓഫീസർമാരുടെ സംഘടനകൾക്ക് നൽകിയ കരട് നിർദ്ദേശങ്ങളിലാണ് ഈ പരാമർശങ്ങൾ. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പരിഷ്കരണ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. ജീവനക്കാരുടെ പുനർവിന്യാസത്തിൽ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ സംഘടനകൾക്ക് ഡിസംബർ 10 വരെ സമയം നൽകി. ചെയർമാൻ പറയുന്നത് KSEBയുടെ ദൈനംദിന ചെലവുകൾക്ക് മാസം 400 കോടി വരെ വലിയ പലിശയ്ക്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ടി വരുന്നതായിട്ടാണ്. 150 കോടി രൂപയാണ് ശരാശരി വരുമാനം. ചെലവ് 1950 കോടി. മാസം വൈദ്യുതി വാങ്ങാൻ 900 കോടി രൂപ വേണം. വായ്പ തിരിച്ചടയ്ക്കാൻ 300 കോടി. കേരളം ഇരുട്ടിലാവും. ഇത്തവണ മഴക്കാലമായ ജൂൺ മുതൽ ഇതുവരെ 3 ദിവസം 500 മെഗാവാട്ടിന്റെയും ഒരു ദിവസം 1000 മെഗാവാട്ടിന്റെയും കുറവുണ്ടായി. വളരെയധികം മഴ ലഭിച്ച ഈ വർഷത്തെ സ്ഥിതി ഇതാണെങ്കിൽ വരും വർഷങ്ങളിൽ കേരളം ഇരുട്ടിലാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ചെലവ് ഈ വർഷം 14,000 കോടി രൂപയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിന്യൂവബിൾ പവർ കോർപ്പറേഷൻ എന്ന നിലവിലെ കമ്പനിയെ കേരള സ്റ്റേറ്റ് ഗ്രീൻ എനർജി കമ്പനി എന്ന് മാറ്റി KSEB ജീവനക്കാരിൽ നിന്നും വ്യാവസായിക ഉപഭോക്താക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങളും കടപ്പത്രങ്ങളും സ്വീകരിക്കണം. ഇതിന് സിയാൽ മാതൃകയിലുള്ള പൊതുജന പങ്കാളിത്ത കമ്പനിയാക്കണം. നിക്ഷേപങ്ങൾക്ക് 3-ാം വർഷം മുതൽ ലാഭവിഹിതം നൽകാം.